ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാനും അച്ഛനും കൂടി ഇന്ന് കടയിലേക്ക് പോന്നു. അച്ഛൻ്റെ ബില്ലാക്കാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോഴേക്കും ഉച്ചയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിച്ചു, പിന്നെ ഒരു ഓംലെറ്റും കൂടെ കഴിച്ചു. കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുഡല്ലേ, അതുകൊണ്ട് ലാസ്റ്റായി വീട്ടിൽ നിന്നൊരു ഓംലെറ്റും കൂടെ കഴിച്ച് സെറ്റായി. സമയം 3:30. അത്യാവശ്യത്തിന് വെയിലൊക്കെ ഉണ്ട്. ഞാനും അച്ഛനും അമ്മയും ഞങ്ങളുടെ ലഗേജൊക്കെ ആയിട്ട് ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ശരിക്കും ട്രെയിന് 3:55 എത്തേണ്ടതായിരുന്നു. ഒരു 4:20 ആയപ്പോൾ ട്രെയിൻ എത്തി. അച്ഛൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് സങ്കടമൊക്കെ വന്നു, കണ്ണൊക്കെ നിറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് അവരോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ നടന്ന് പോയി ഗൈസ്. കുറച്ചധികം കാലമായി ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണം. പക്ഷെ എത്ര കാലമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പോരുമ്പോൾ കണ്ണൊന്നും നിറയും. പിന്നെ റിയാലിറ്റി അങ്ങോട്ട് ഏറ്റെടുത്ത് നമ്മുടെ പുറത്തെ വ്യൂ ഒക്കെ കണ്ട് ട്രെയിനിൽ ഇങ്ങനെ ആസ്വദിച്ച് പോവാം. സമയം ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് വലിയ വെയിലില്ലായിരുന്നു. ചൂടിനൊക്കെ ദൈവം സഹായിച്ചൊരു കുറവുണ്ടായിരുന്നു. പിന്നെ നല്ല പുറത്തെ കാഴ്ചകളും. ആ പാലക്കാട് സൈഡിലേക്കാണ് ഞാൻ പോണത്. ഞാൻ പഠിക്കണത് അമൃത യൂണിവേഴ്സിറ്റിയിലാണ്. കോയമ്പത്തൂരാണ് അതിൻ്റെ മെയിൻ ക്യാമ്പസ്. അപ്പോൾ കോയമ്പത്തൂരാണ് ഞാൻ പഠിക്കണത്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൽ ഇങ്ങനെ പോയി. എനിക്ക് ബസ്സിൽ പോണേക്കാളും ഇഷ്ടം ട്രെയിനിൽ പോകാൻ തന്നെയാണ്. കാരണം ട്രെയിനിലാവുമ്പോൾ നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ആവശ്യത്തിലേറെ സമയം കിട്ടും. ബസ്സിലാണെങ്കിൽ അവർ തിരക്ക് കൂട്ടി കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ബസ് പോവും. പിന്നെ ലഗേജ് വെക്കാൻ എല്ലാത്തിനും സൗകര്യം ട്രെയിൻ തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. എട്ടിമടി റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എത്തി. ലിഫ്റ്റിലും കയറി. 2nd ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പോൾ റൂമിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റ് തുറന്നു. നമ്മൾ റൂമിലെത്തി ഗായ്സ്. റൂമിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ക്യാമറ ആദ്യം ഓൺ ചെയ്തു. വലിയ കുഴപ്പമുണ്ടായില്ല. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഒരുവിധം വൃത്തിയാക്കിയിട്ടാണ് പോയത്. ഞങ്ങൾക്കൊരു ഏകദേശം 1 മാസമായിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. വെള്ളത്തിൻ്റെ കുറവ് കാരണം അങ്ങനെ ഓൺലൈൻ ആക്കിയതാണ്. പിന്നെ ഞാൻ ബാഗൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്തു. ഞാനെൻ്റെ റിംഗ് ലൈറ്റും സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നാലും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബാഗിൽ കുത്തി നിറച്ച് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സും ഒക്കെ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ബാഗ് അൺപാക്ക് ചെയ്യാം. അതിൽ നിന്ന് ബെഡ്ഷീറ്റും പിന്നെ എൻ്റെ ലാപ്പും ബുക്സും ഒക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ അതിലുള്ള എന്താണെന്ന് വെച്ചാൽ ന്യൂട്രി ചോയ്സിൻ്റെ ഒരു വലിയ പാക്ക് ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ എന്താ നോക്കുമ്പോഴാണ് എൻ്റെ പുതിയ കട. നല്ല കളർഫുള്ളായിട്ടില്ലേ, നിറയെ പൂവൊക്കെ ആയിട്ട്. അങ്ങനെ കുടയുടെ ഷോക്കൊക്കെ ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ ചാർജർ എടുത്തു. മറക്കാണ്ട് ഞാൻ 2 ചാർജറും ഓർത്തെടുത്ത് വെച്ചു. പിന്നെ എനിക്കൊരു കമ്മലിൻ്റെ വെട്ടിയുണ്ട്, അപ്പോൾ അതും എടുത്തു. പിന്നെ ട്രെസ്മേയുടെ ഒരു കണ്ടീഷണർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ, അതും എടുത്തു. ഒരു പോൺസിൻ്റെ ഫേസ് സ്ക്രബും ഉണ്ടായിരുന്നു. പിന്നെ പ്രസവത്തിനൊക്കെ പോണ പോലെ ഒരു കൊട്ട നിറയെ സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്, ചൂടുകാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്, ചെറുപഴം ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കോൺഫ്ലെക്സ് ഉണ്ട്. ഇവിടുത്തെ രാവിലത്തെ ഫുഡ് ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് കുറച്ച് കോൺഫ്ലെക്സ് ഒക്കെ കൊടുന്നു ഞാൻ. പിന്നെ ഫ്രൂട്ട്സ് തന്നെ അതിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഒരു വെള്ള കവർ ഉണ്ടത്. അപ്പോൾ അതിലെന്താ കോപ്പിക്കോ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ കോപ്പിക്കൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതി കുറേ കോപ്പിക്കോ ഞാൻ കൊടുക്കുന്നുണ്ടായി. എന്നിട്ട് ആ ഫ്രൂട്ട്സൊക്കെ ഞാൻ ആ കൊട്ടയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. കാരണം കവറിന്നൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. ഈ ചൂടത്ത് ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചാൽ റൂം ഫുള്ള് ക്ലീൻ ആക്കണം. കുറേ ദിവസമായിട്ട് പൂട്ടി കിടക്കൊണ്ട് നല്ല പൊടിയുണ്ട്. അപ്പോൾ ആദ്യം ചെരുപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. എന്നിട്ട് ടേബിളാകെ കൊടുന്ന സാധനങ്ങളും ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വൃത്തികേടായിരുന്നു, അതൊന്ന് ക്ലീനാക്കി. പിന്നുള്ളത് ബെഡ്ഷീറ്റാണ്. കുറേ ആയിട്ട് അടച്ചിട്ടുകൊണ്ട് തന്നെ അതിലും നല്ല പൊടിയുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി ബ്ലാങ്കറ്റൊക്കെ എടുത്ത് നല്ലോണം ഒന്ന് കുടഞ്ഞ് മടക്കി വെച്ചു. എന്നിട്ട് പിന്നെ അടിച്ച് വാരി തുടച്ചു. അതോടെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ക്ലീനായി. ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. കാരണം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ തുടങ്ങിയ ക്ലീനിങ് ആണ്. ഇപ്പം എല്ലാം കഴിഞ്ഞു. പിന്നെ എൻ്റെ കളർ ലൈറ്റുകളൊക്കെ ഒന്ന് മിന്നിച്ച് ഉറങ്ങാൻ തീരുമാനിച്ചു. ബൈ.